നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ തുടർമാനമായ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ഈ പറയുന്ന വിഷയങ്ങൾ പലപ്പോഴും പലർക്കും സ്വീകാര്യമായി തോന്നി എന്ന് വരികയില്ല. കാരണം തിരുവചനത്തിലെ സത്യങ്ങൾ എക്കാലത്തും പലർക്കും സ്വീകാര്യമല്ല. എന്നാൽ ഒരു ചെറിയ സമൂഹത്തിന്, ഒരു മൈനോറിറ്റിക്ക് ഈ സത്യം താല്പര്യമുള്ളതാകയാലാണ് ഞങ്ങൾ ഇത് ഇവിടെ പറയുന്നത്. ലേവ്യ പൗരോഹിത്യത്തിൽ അവരുടെ ആരാധനാ കേന്ദ്രമായിരുന്ന മരുഭൂമിയിലെ സമാഗമന കൂടാരം ശലോമോൻ്റെ കാലം വരെ പലയിടങ്ങളിൽ മാറ്റിയടിക്കപ്പെട്ട കൂടാരങ്ങൾ, അതിന് ദാവീദിൻ്റെ കൂടാരം എന്നും പേരുണ്ട്. പിന്നീട് ശലോമോൻ ദാവീദിൻ്റെ കൂടാരത്തിലെ ഉപകരണങ്ങൾ യഹോവയുടെ ആലയത്തിന് വേണ്ടി പണിത മന്ദിരത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അവിടെ അതിനു മുൻപ് 2 സ്ഥലങ്ങളിൽ മരുഭൂമിയിൽ യഹോവയാം ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു. പുരോഹിതന്മാർക്ക് പോലും അതിനുള്ളിൽ കടക്കുവാൻ പ്രയാസമായിരുന്നു. അതിനുശേഷം ശലോമോൻ്റെ ആലയത്തിലും യഹോവയുടെ തേജസ് ഇറങ്ങി വന്നതായി തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിലും രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായത്തിലും. എന്നാൽ യെഹെസ്കേൽ പ്രവാചകന്റെ കാലമായപ്പോഴേക്കും യഹോവയുടെ ആലയത്തിൽ നടന്നു വന്ന മ്ലേച്ഛതകൾ, അനാത്മീയ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാകുന്നു എന്ന് കണ്ടും കേട്ടുമാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്ലാസ് പര്യവസാനിപ്പിച്ചത്. ഇനിയും സമാഗമന കൂടാരത്തിനുള്ളിൽ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-38, മരുഭൂമിയിൽ ശലോമോന്റെ ആലയത്തിൽ ദിനവൃത്താന്തം 2-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിൽ വാഗ്ദത്ത ദേശത്ത് സഹസ്രാബ്ദാരംഭത്തിൽ മുള എന്ന് പേരുള്ള ഒരു പുരുഷൻ, ദാവീദിന്റെ കുറ്റിയിൽ നിന്നുള്ള മുള എന്ന് യെശയ്യാവിന്റെ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഗ്രഹിക്കാവുന്നതാണ്. ആ മുള തൻ്റെ സ്വന്തം നിലയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 13, സെക്കറിയ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 12, 13 എന്നീ വാക്യങ്ങളിൽ കാണുന്ന പ്രവചനങ്ങളെ നിറവേറ്റിക്കൊണ്ട് പണിയുന്ന ആലയത്തിനുള്ളിൽ യഹോവയാം ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരും എന്ന് അസന്നിഗ്ധമായ പ്രവചനം യെഹെസ്കേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം നാം പഠിച്ചപ്പോൾ യഹോവയുടെ തേജസ് ക്രമേണ ഭാഗമായി ആലയത്തിൽ നിന്ന് വേർപെട്ടുപോയി എന്ന് കാണുന്നു. ആലയത്തിൻ്റെ വാതുക്കൽ, പിന്നീട് അതിൻ്റെ ഗോപുരത്തുങ്കൽ, പിന്നീട് യെരുശലേമിൽ മലയിൽ, അതിനുശേഷം എന്നേക്കുമായി വേർപെട്ടുപോയി. ഇനിയും യഹോവയാം ദൈവത്തിൻ്റെ തേജസ് ആലയത്തിലേക്ക് തന്നെ ഇറങ്ങി വരും എന്ന് അതേ പ്രവാചകൻ, യെഹെസ്കേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. 43-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ. അനന്തരം മലാക്കി പ്രവചനത്തിലെ കാര്യത്തിലേക്ക് തിരികെ വരാം. യഹോവയാം ദൈവത്തിൻ്റെ തേജസ് ആലയത്തിൽ നിന്ന് വേർപെട്ടു പോയതിൻ്റെ ഫലമായി യഹോവയാം ദൈവം അവരെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു. തൻ്റെ ദാസനായിരുന്ന യിരെമ്യാ പ്രവാചകനിൽ കൂടെ 25, 27, 29 3 അധ്യായങ്ങളിൽ 70 സംവത്സരങ്ങൾ അവരെ ബാബേലിൽ പ്രവാസത്തിൽ അയക്കുമെന്നും 3 രാജാക്കന്മാരെ അവർ സേവിക്കുമെന്നും അതിൻ്റെ ശേഷം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നിവർത്തീകരിക്കുവാൻ 400 സംവത്സരം കഴിഞ്ഞ് മിസ്രൈമിൽ ചെന്ന് സന്ദർശിച്ച് അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്നതുപോലെ ബാബേൽ പ്രവാസകാലത്ത് യഹോവയാം ദൈവം അവിടെ ചെന്ന് അവരെ അവിടെ നിന്ന് വിടുവിച്ച് തിരികെ സ്വദേശത്തേക്ക് കൊണ്ടുവരും എന്നും അരുളി ചെയ്തു. 70 സംവത്സരങ്ങൾ നീണ്ടുനിന്ന ബാബേൽ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്ന ജനവും ക്രമേണ അനാവശ്യവും അനാത്മീയമായ ശുശ്രൂഷകൾക്ക് വിപരീതമായ, ദൈവകൽപ്പനയ്ക്ക് വിപരീതമായ ആരംഭഭംഗിയും ഭക്തിയും ഉപേക്ഷിച്ച് കൽപ്പന ലംഘനത്തിന് അധീനരായി തീർന്നു. അവ എപ്രകാരമാണെന്ന് കാണുക. ഇവിടെ യഹോവയാം ദൈവത്തിൻ്റെ അപ്രമാദിത്വത്തെക്കുറിച്ചുള്ള ചില വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, വിവിധ പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞിരിക്കുന്ന തിരുമൊഴികൾ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെ? അവനോട് വ്യവഹരിപ്പാൻ ഇഷ്ടം തോന്നിയാൽ
1000 പറയുവാൻ അവന് കഴിയില്ല. മനുഷ്യൻ ദൈവത്തോടെ വ്യവഹരിച്ചാലേ 1000 കാര്യങ്ങൾക്ക് ഒരെണ്ണത്തിന് പോലും മനുഷ്യന് ഉത്തരം പറയാൻ കഴിയുകയില്ല. ദൈവം ജ്ഞാനിയും മഹാശക്തനുമാകുന്നു. ദൈവത്തോട് ശടിച്ചിട്ട് ഹാനി വരാത്തവൻ ആർ? ദൈവം പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു. തൻ്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു. ദൈവം ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. അതിൻ്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. ബാക്കി തുടരുകയാണ്. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ. അതോടെ ചേർന്ന് മഹോന്നതനായ ദൈവത്തിൻ്റെ സർവശക്തിയുടെ വിവരണത്തെയും ഇയ്യോബ് തുടർന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുക. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. തന്നെയുമല്ല, വിശ്വാസികളുടെ പിതാവ് എന്ന് ബഹുമാനത്തിനർഹനായ അബ്രഹാം ഈ ദൈവത്തോട് സോദോം ഗൊമോറായുടെ നാശം സംബന്ധിച്ച് ഇടിവിൽ നിൽപ്പാൻ തുനിഞ്ഞ സമയം ദൈവ മുൻപിൽ നിന്ന് ദിവ്യാത്മാവിൻ്റെ മുൻപിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, പക്ഷേ കർത്താവേ, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ സംഹരിക്കുമോ? ഈ അബ്രഹാമിൻ്റെ പ്രാർത്ഥനാ വാക്കുകൾ കേട്ടാൽ കുളിർ കോരിയിടപ്പെടാത്തതാരാണ്? നമുക്ക് അതിനകത്ത് അത്ഭുതം തോന്നുന്നു എങ്കിൽ അബ്രഹാമിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് അത്ഭുതം തോന്നാതിരിക്കുമോ? ദൈവം ഉത്തരം കൊടുത്തു, പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ സംഹരിക്കുമോ? അതിന് യഹോവ കൊടുത്ത ഉത്തരം ശ്രദ്ധിക്കുക. ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നു എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വിഷയം അവിടം കൊണ്ടും അവസാനിപ്പിക്കാതെ ആ പട്ടണത്തിൽ 50 നീതിമാർ ഇല്ലാത്തതിനാലാണ് ദൈവം അതിനെ ഭസ്മീകരിച്ച് നശിപ്പിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് ബോധ്യം ആയതിനാൽ തുടർന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. അബ്രഹാം ദൈവസന്നിധിയിൽ നിൽക്കുന്നതും ഉപയോഗിച്ചതുമായ പദങ്ങളാണ് നമ്മൾക്ക് വിചിന്തനീയമായ വേദഭാഗം. അബ്രഹാം ദൈവസന്നിധിയിൽ പറയുകയാണ്, പൊടിയും വെണ്ണീറുമായ ഞാൻ, ഡസ്റ്റ് ആൻഡ് ആഷസ്, ഞാൻ പിന്നെയും സംസാരിക്കുന്നു കർത്താവേ, അടിയനോട് കോപിക്കരുതേ. വീണ്ടും 4-ാം പ്രാവശ്യം ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. പക്ഷേ 20 പേരെ അവിടെ കണ്ടാലോ? 50 പോയി, 40 പോയി, 35 പോയി, 30 പോയി, ഇപ്പോൾ 20 പേരെ അവിടെ കണ്ടാലോ? അവൻ പിന്നെയും കർത്താവിനോട് പറയുകയാണ്, കോപിക്കരുതേ, ഞാൻ ഇനിയും ഒരു പ്രാവശ്യം കൂടെ മാത്രം അങ്ങയോട് സംസാരിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അബ്രഹാം എന്ന മഹാമനുഷ്യന്റെ അവസ്ഥ എന്തെല്ലാമാണ്. അബ്രഹാം ബഹുസമ്പന്നനും. ഉൽപ്പത്തി പുസ്തകം 13-ന്റെ 2-6 വാക്യങ്ങൾ. തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 യോദ്ധാക്കളുടെ മേധാവി അഥവാ കമാൻഡർ, സൈന്യാധിപൻ ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവൻ തൻ്റെ സഹോദരൻ്റെ പുത്രനായിരുന്ന ലോത്ത് പാർത്തിരുന്ന സോദോം പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് ജയിച്ച 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരെ തോൽപ്പിക്കുവാനുള്ള ശേഷിയും ശക്തിയും ഉള്ളവനായിരുന്നു അബ്രഹാം. എന്നിട്ടും അവൻ്റെ താഴ്മയുടെ സ്വരം ദൈവം മുൻപാകെ പറയുന്നത് പൊടിയും വെണ്ണീറുമായ ഞാൻ എന്നത്രേ. എന്നാൽ അവൻ്റെ പിന്തുലമുറക്കാർ ഏകദേശം 1200 സംവത്സരങ്ങൾ കഴിഞ്ഞ് മലാക്കിയുടെ കാലം ആയപ്പോഴേക്കും അബ്രഹാമിൻ്റെ കാലം മുതൽ മോശെ തുടങ്ങി എണ്ണമറ്റ പ്രവാചകന്മാർ ദ്വാര കൊടുത്ത സകല കൽപ്പനകളും ലംഘിച്ച് ദൈവത്തോട് പ്രതിവാദം നടത്തുന്നു. അവർ യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ കൂടെ ഒന്നോർത്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു. അതോട് ചേർന്ന് മഹോന്നതനായ ദൈവത്തോട് നാം സംസാരിപ്പാൻ തുനിയുമ്പോൾ മറന്നുപോകാതെ സുബോധത്തോടുകൂടി ഓർത്തിരിക്കേണ്ട ചില വേദഭാഗങ്ങൾ കൂടി വായിക്കുന്നത് ഉത്തമം ആയിരിക്കും. അവ ഏവയെന്നാൽ
യെശയ്യാവിൻ്റെ പ്രവചനം 10-ാം അധ്യായം 15, 29-ാം അധ്യായം 16, 45-ാം അധ്യായം 10, 11, യിരെമ്യാവിൻ്റെ പ്രവചനം 18-1 മുതൽ 9 വരെയും, യെശയ്യാ പ്രവാചകന്റെ പ്രവചനം തന്നെ 64-ാം അധ്യായം 8, 9. എന്തിന്? പൗലോസ്ലീഹ ധന്യൻ ചൊല്ലി ദൈവം പറയുകയാണ്, റോമർക്കെഴുതിയ ലേഖനം 9:20 എന്നീ വാക്യങ്ങൾ. മലാക്കിയിലെ പ്രതിവാദങ്ങളുടെ കാലം BC 425. ഈയിടെ ഒരു യൗവനക്കാരനായ വ്യക്തി, അവന് കൂടി വന്നാൽ ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സേ കാണൂ, പ്ലാറ്റ്ഫോം പ്രസംഗപീഠം കുലുക്കി മറിച്ച് പറയുകയാണ്, ദൈവത്തോട് നീ കൽപ്പിക്കണം, കൽപ്പീര്. ഇത് കേട്ട് ജനങ്ങൾ കൈയടിച്ച് അങ്ങ് സന്തോഷിക്കുന്നു. അയ്യോ മനുഷ്യ, നീ ഈ കാര്യം മറക്കരുത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം 318 യോദ്ധാക്കളുടെ സൈന്യാധിപൻ, രാജാക്കന്മാർക്ക് പോലും വഹിച്ചുകൂടുവാൻ കഴിയാത്ത സമ്പത്തിൻ്റെ ഉടമസ്ഥൻ, വിശ്വാസികളുടെ പിതാവായിരിക്കുന്നവൻ, ഞാൻ പൊടിയും വെണ്ണീറുമാകുന്നു എന്ന് പറഞ്ഞു എങ്കിൽ ഈ കാലത്തെ അഹങ്കാരികളായ യൗവനക്കാരും അതുപോലെ പുതിയ സുവിശേഷത്തിൻ്റെ ഉത്ഭവം കുറിക്കുന്നവരൊക്കെ ദൈവത്തോട് കൽപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ലജ്ജ തോന്നുന്നു, സങ്കടം തോന്നുന്നു, പറയുവാൻ വാക്കുകളില്ല. മലാക്കിയിലെ പ്രതിവാദത്തിൻ്റെ കാലം BC 425, അബ്രഹാം ജീവിച്ചിരുന്ന കാലം BC 1800. അപ്പോൾ 1200 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രതിവാദിപ്പാൻ തുടങ്ങി. ആട്ടെ, അതും ഒന്ന് സമാധാനിക്കാം. എന്നാൽ ഇന്നത്തെ കാലത്ത് 100 സംവത്സരങ്ങൾക്ക് മുൻപ് ഉണർവ് ആരംഭിച്ചു എന്ന് പറയുന്ന മധ്യ തിരുവിതാംകൂറിലെ ഉന്നതന്മാരും അവരുടെ മക്കളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന 14 ജില്ലകളിലെ കുലുക്കി പ്രാസംഗ്യന്മാരും ഒക്കെ ദൈവസന്നിധിയിൽ കാട്ടിക്കൂട്ടുന്ന അനാത്മീയ അനാവശ്യ പ്രവണതകൾ, പ്രവചനങ്ങൾ, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ദുഃഖം തോന്നുന്നു. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറവാൻ നീ ആർ? മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ആദ്യത്തെ പ്രതിവാദമാണ്. യഹോവയുടെ അരുളപ്പാട്. യഹോവ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രതിവാദം. അവർ പറയുകയാണ്, എന്നാൽ ഞങ്ങളെ നീ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഉത്തരം 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കേൾവിക്കാർ തന്നെ അത് ഒന്ന് വായിച്ച് ശ്രദ്ധിക്കുക. രണ്ടാമത്, യഹോവ പറയുകയാണ്, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പൻ എങ്കിൽ നിങ്ങൾ എന്നെ അപ്പൻ എന്നുള്ള രീതിയിൽ ബഹുമാനിക്കുന്നു എങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ തൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരോട് ചോദിക്കുന്നു. പ്രതിവാദം. അവരെ തിരിച്ചു ചോദിക്കാണ്, ഞങ്ങൾ ഏതിനാൽ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു? അയ്യോ മനുഷ്യ, നീ ദൈവത്തോട് പ്രത്യുത്തരം പറവാൻ, പ്രതിവാദിപ്പാൻ നീ ആരാണ് എന്നൊന്ന് ശ്രദ്ധിക്കണം. ഉത്തരം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു എന്നതിനാൽ തന്നെ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തിലെ ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കണമെന്നുള്ള അടിസ്ഥാന ചട്ടങ്ങൾ തിരുവചനത്തിൽ എഴുതിയിരിക്കെ അതിനപ്പുറത്ത് അതിനെ മീറിക്കൊണ്ട് പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗങ്ങളും, തുച്ഛീകരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ നാമത്തോട് കാണിക്കുന്ന തുച്ഛീകരണം ആണ് എന്ന് മറന്നു പോകരുത്. ഇന്നത്തെ പ്ലാറ്റ്ഫോമുകളിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന 90% കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, അവർക്ക് ദൈവജന ശുശ്രൂഷയിൽ സംശയമുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഭർത്താക്കന്മാരോട് ചോദിച്ചു പഠിക്കട്ടെ എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുമ്പോൾ ഇന്നത്തെ പ്ലാറ്റ്ഫോമുകളിൽ സ്ത്രീകളെ കൊണ്ട് പ്രസംഗിക്കുകയും പഞ്ചപുച്ഛമടക്കി കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരെയും കാണുമ്പോൾ ദൈവവചനത്തിൻ്റെ മുൻപിൽ അതും ഇതും താരതമ്യം ചെയ്യുമ്പോൾ എന്ത് പറയേണ്ടു എന്ന് അറിയുന്നില്ല. അതെ, പ്രതിവാദം 3. ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു? ദൈവത്തോട് ചോദിക്കുകയാണ്. 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ യഹോവ ഉത്തരം പറയുന്നു. 1-ാം അധ്യായം 7-ാം വാക്യം മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവർ അർപ്പിക്കുന്ന യാഗത്താൽ യഹോവയുടെ നാമത്തെ അശുദ്ധമാക്കുന്നു. ലേവ്യ പൗരോഹിത്യത്തിലെ യാഗത്തിന്റെ നിയമങ്ങളും വിധിമുറകളും. ലേവ്യ പുസ്തകം 1-3, 10, 14. 2-ാം അധ്യായം 1, 4, 14. 3-ാം അധ്യായം 1, 5, 12. 4-ാം അധ്യായം 3,
23-ാം അധ്യായം 4 മുതൽ 44 വരെയും, ആവർത്തന പുസ്തകം 15-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യവും സശ്രദ്ധം വായിച്ച് സൗകര്യമെങ്കിൽ അവ ഒന്ന് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. കാരണം ആരെങ്കിലും യാഗം കഴിക്കുന്നുവെങ്കിൽ നിയമം ഇതാണ്, അതിൻ്റെ വിധിമുറ ഇതാണ്. പ്രതിവാദം 4, 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഏതിനാൽ ദൈവം പറയുകയാണ് നിങ്ങൾ മടങ്ങി വരണം. അപ്പോൾ അവർ ചോദിക്കുന്നു, ഞങ്ങൾ ഏതിനാൽ മടങ്ങി വരേണ്ടു? 3-ാം അധ്യായം 7, 8, 13 വാക്യങ്ങൾ. ഇவ்விധത്തിൽ 1200 മരുഭൂമിയിൽ ജീവിച്ച ഇസ്രായേൽ ജനം, ലേവ്യ പൗരോഹിത്യ ജനം, അക്കാലമത്രയും ഒരു ആരാധനാ സമൂഹമായി ജീവിച്ചു യഹോവയാം സത്യദൈവത്തെ മാത്രം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഏകദൈവ വിശ്വാസ സമൂഹമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇസ്രായേൽ ജനങ്ങൾ ആരാധനാ സമൂഹമായിരുന്നു എന്നുള്ളതത്രേ. എങ്കിലും BC 400 ആയപ്പോഴേക്കും അവർ ദൈവാരാധന ഉപേക്ഷിച്ചു. അഹങ്കാരികളും ദൈവകോപത്തിനും ശിക്ഷയ്ക്കും വിധിക്കപ്പെട്ടവരുമായി തീർന്നു. 4-ാം അധ്യായം 1, 2 വാക്യങ്ങൾ. ഇവരുടെ പിന്മാറ്റവും യഹോവയോട് പോലും വാദപ്രതിവാദം നടത്തുന്നവരും ആയതിനാൽ അതിൽ നിന്നും ഒട്ടും വ്യത്യാസമില്ലാത്ത അവസ്ഥയിൽ ഇന്നത്തെ രാജകീയ പുരോഹിതവർഗമെന്ന് സ്വയം അഭിമാനം കൊണ്ട് ആ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നവർക്കുണ്ട് എന്നുള്ളതിന് ഇരുപക്ഷം ഇല്ല. അതിന് ആധാരമായുള്ള പല ദൃശ്യമായ തെളിവുകൾ ഇന്ന് രഹസ്യമായും പരസ്യമായും സാമൂഹികമായും സദാചാരപരമായും എവിടെയും കാണുവാൻ സാധിക്കുന്നുണ്ട്. അതത്രേ ഇന്നത്തെ സഭകളിൽ കണ്ടുവരുന്ന വിശ്വാസത്യാഗം. അത് എങ്ങനെയാണെന്ന് കാണുക, വിവരിപ്പാൻ വലിയൊരു വിഷയം ആകയാൽ അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് ചിന്തിക്കാം. യഹോവയാം ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്ന് ദൃശ്യമായി കണ്ട ജനങ്ങൾ, ആരംഭത്തിൽ ദൈവത്തെ ആരാധിച്ച് ഭക്തി പുരസ്കരം അവനെ സേവിച്ച ജനങ്ങൾ, കാലങ്ങൾ കഴിയും തോറും ദൈവത്തിൽ നിന്നകന്ന് സത്യാരാധനാ വിരോധികളായും ദൈവനാമത്തെ തുച്ഛീകരിക്കുന്നവരും ആയി തീർന്നത് പോലെ തന്നെ രാജകീയ പുരോഹിതവർഗം എന്ന് അഭിമാനം കൊള്ളുന്ന ജനങ്ങളുടെ നടുവിൽ നടക്കുന്ന അനാത്മീയ ദൈവവചനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എവിടെയും ലോക്കൽ സഭകളിലും അവിടുത്തെ അംഗങ്ങളിലും ശുശ്രൂഷകന്മാരിലും ഒക്കെ കാണുവാൻ കഴിയും. അത് എങ്ങനെയാകുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവമേ, തിരുവചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ശ്രവിക്കുവാനും അത് സ്വീകരിപ്പാനും അടിയങ്ങൾക്ക് കൃപയും ശക്തിയും ബലവും ആരോഗ്യവും തന്ന് വഴി നടത്തും. ശ്രോതാക്കളെയെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.